Welcome to yet another beautiful episode of ITL World Junior Idol Season 2. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ITL World Junior Idol Season 2 ലേക്ക് സ്വാഗതം. ITL World Junior Idol Season 2. Let's welcome our strong judging panel, Vijay Bal, Rimi Tommy and Anup Shankar. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് നമുക്ക് ആസ്വദിക്കാം. അതിനായി നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഭാഗ്യലക്ഷ്മിയെ with the round Ilayaraja's Classics round. Put your hands together for Bhagya. ഭാഗ്യക്കുട്ടി ഹായ്. കൊറത്തിയുടെ വേഷം അല്ലേ? കാട്ടുവാസി. ഇന്ന് ഏത് സോങ്ങാ രാജാ സാറിന്റെ ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? മലേഷ്യ വാസുദേവൻ സാറും ജാനകി അമ്മയും പാടിയ പൂങ്കാത്ത് തിരുമ്പുമാ. ഓക്കെ, ഭാഗ്യ നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് വാച്ച് ഇറ്റ്. പൂങ്കാത്ത് തിരുമ്പുമാ എം പാട്ട് വിരുമ്പുമാ പാരാട്ട് മടിയിൽ വെച്ച് താരാട്ട് എനിക്കൊരു തായ്മടി கிடைக்குமா பூங்காத்து திரும்புமா என் பாட்டு விரும்புமா ராசாவே வருத்தமா ராசாவே வருத்தமா ஆகாயம் சுருங்குமா அது உலகம் தாங்காதே அடுக்குமா சூரியன் கருக்குமா கொஞ்சம்
ഭാഗ്യക്കുട്ടി എന്തോ സ്പെൽ ബൗണ്ട് പെർഫോമൻസ് താങ്ക് യു കലക്കി. താങ്ക് യു. മോൾ ആ പാട്ട് പഠിച്ചു ഇവിടെ വന്ന് മോളുടെ സ്റ്റൈലിൽ തന്നെ പാടി. അതിന് ഭാഗ്യക്ക് ഒരു വലിയ കൈയടി കൊടുക്കാം നമുക്ക്. ഭാഗ്യ കമന്റ്സ് അറിയാം അല്ലേ? തേർഡ് സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് ആണ്. തേർഡ് സ്റ്റേജിലെ ഫസ്റ്റ് കമന്റ്സ് അറിയാം നമുക്ക്. അനുപേട്ടാ ഭാഗ്യ, എന്തോ ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. ബ്യൂട്ടിഫുൾ റെൻഡറിങ് മോളെ. ബിക്കോസ് ഇതിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മലേഷ്യ വാസുദേവൻ എന്ന മഹാനായ ഗായകൻ, അദ്ദേഹത്തെ ഒരുപാട് പേർ അറിയുന്നത് കുറെ ഫാസ്റ്റ് നമ്പേഴ്സിലൂടെയാണ്. പക്ഷേ ഇത്രയും കണ്ടന്റ് ഉള്ള ഒരു പാട്ട് നമുക്ക് സമ്മാനിച്ച ഗായകനാണ് അദ്ദേഹം. നമ്മളെ വിടവാങ്ങി കഴിഞ്ഞ വർഷം. അപ്പൊ അദ്ദേഹം പാടിയ, ഞാൻ വിശ്വസിക്കുന്ന ഏറ്റവും നല്ല പാട്ട് ഇതാണ്. അപ്പൊ ഇത് ആസ് ഓഫ് നൗ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ്. ആസ് ഓഫ് നൗ ജൂനിയർ ഐഡലിന്റെ ഈ ഒരു കണ്ടസ്റ്റന്റ് ലിസ്റ്റിൽ അങ്ങനെ പെട്ടെന്ന് ആർക്കും എടുത്തു കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു വോയിസ് അല്ലെങ്കിൽ ഒരു ടോണൽ സിമിലാരിറ്റി വേണം ഈ പാട്ടിന്. അപ്പം എനിക്ക് ഏറ്റവും ആദ്യം ഈ പാട്ട് ആലോചിച്ചപ്പോൾ സ്ട്രൈക്ക് ചെയ്തത് മോളുടെ ശബ്ദമാണ്. ബേസിക്കലി ഇറ്റ്സ് എ മെയിൽ ഡോമിനേറ്റഡ് സോങ്, പക്ഷേ ഡുവറ്റ് ആണ്. ജാനകിയമ്മയുടെ വേറെ കോൺട്രാസ്റ്റിലുള്ള ഒരു വോയിസ് ടെക്സ്ചറും കൂടി ബ്ലെൻഡ് ചെയ്ത് രാജ സർ ചെയ്ത പാട്ടാണ്. മോള് ബ്രില്യൻ്റ് ആയിട്ട് പാടി. ഫസ്റ്റ് ഓഫ് ഓൾ കംപ്ലീറ്റ് ജസ്റ്റിഫിക്കേഷൻ ടു ദ ഫീൽ, അത് വേണം പറയാൻ, ആൻഡ് ദ എക്സ്പ്രഷൻ ഫാക്ടർ. ആൻഡ് മോളെ ഈ പാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭാരതിരാജ എന്ന മഹാനായ സംവിധായകൻ സമ്മാനിച്ച മറ്റൊരു ചിത്രം. ഇതിലെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഇമേജറി ഉണ്ട്. മെത്ത വാങ്ങിന തൂക്കത്ത വാങ്കല, അതായത് കിടക്ക ഞാൻ വാങ്ങി ഉറക്കം വാങ്ങിയില്ല എന്നുള്ളൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇമേജറി. ആ ഇമേജറിക്ക് വൈരമുത്തുവിന് 1985 നാഷണൽ അവാർഡ് അദ്ദേഹത്തിന് ഈ പാട്ടിനാണ് കിട്ടിയത് ഫോർ ദ ബെസ്റ്റ് ലിറിക് റൈറ്റർ. ആൻഡ് അതിനുശേഷം ഒരുപാട് അവാർഡുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. മോള് ബ്രില്യൻ്റ് ആയിട്ട് പാടി. എഗെയിൻ എനിക്ക് പറയാനുള്ള ചെറിയൊരു സജഷൻ, മോളുടെ അകാരം തമിഴ് സ്പെഷ്യലി ഡിക്ഷൻ വരുമ്പോൾ കൊഞ്ചം പറഞ്ഞ കറക്ഷൻ എന്തായിരുന്നു മോളുടെ ഗ്രൂമിങ്ങിൽ? കൊഞ്ചം മാറണം. പറഞ്ഞോളൂ മോളെ. എന്നെ சொல்லுவே എന്നുള്ളം താങ്കല മെത്ത വാങ്ങിനെ തൂക്കത്ത വാങ്കല இந்த வேதனை யாருக்கு தான் இல்ல ஒன்ன மீறவே ஊருக்குள்ள ஆளில்ல. കറക്റ്റ്. ஏதோ என் பாட்டுக்கு நாம் பாட்டு பாடி சொல்லாத சோகத்தை சொன்னேனடி. കറക്റ്റ്, അതുവരെ കറക്റ്റ് ആണ് മോളെ. അത് കഴിഞ്ഞ് കൊഞ്ചം പാരുങ്ക പൂങ്കുയിൽ നാനുങ്ക, അതായത് എന്താ പറയാ, ഏറ്റവും തമാശ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഡിങ്കന്റെ ഇങ്കയാണത്. അത് ആ ആകാരം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അതിന്റെ അർത്ഥം വേറെ ആയിട്ടാണ് സൗണ്ട് ചെയ്യുക. സോ അത് മാത്രം ശ്രദ്ധിക്കാൻ മോളെ. അതാണ് ലിറിക്കൽ കറക്ഷൻ പറഞ്ഞതിൽ മോള് പാടാതിരുന്നത്. അഗെയിൻ താങ്ക് യു ഫോർ presenting such a beautiful song. All the best, മോളെ. All the best. ഭാഗ്യക്കുട്ടി, എന്തോ എന്താ പറയാ, ഇതൊരു കൊച്ചുകുട്ടി പാടിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ തന്നെ പറ്റണില്ല. വലിയ ആൾക്കാർക്ക് പോലും ഇത്ര ഭംഗിയായിട്ട് പാടാൻ പറ്റത്തില്ല മോള്. അത്ര രസമായിട്ട് മോളെ പാട്ട് പാടി. ചേച്ചി. തമിഴ് പറയുന്നതായിക്കോട്ടെ, തമിഴ് പാട്ട് പാടുമ്പോ തമിഴ് ഇപ്പൊ അനൂപേട്ടൻ പറഞ്ഞപ്പോ പറയുന്ന കേൾക്കാൻ തന്നെ എന്ത് രസമാണ്. മോളുടെ ടോൺ എന്തോ നല്ല ഫീല്. മേഘന പറഞ്ഞ വളരെ കറക്കണം. മോളുടേതായ ഒരു സ്റ്റൈലില്, പക്ഷെ ആ പാട്ടിന്റെ ആ ഒരു ഭാവം ഒട്ടും ചോരാണ്ട്. ശരിക്കും മോളൊരു അഭിനേത്രി കൂടിയാണ്. ആ പാട്ട് പാടുമ്പോൾ എന്ത് രസമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നില്ല. പാടുന്ന കേൾക്കാനും ആ ഡ്രസ്സും അതൊക്കെ ഒരു തമിഴ്നാട് സ്റ്റൈലല്ലേ. ഒരു വലിയ ഒരാൾ ചെറുതായി പോയ പോലെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പാട്ടിൽ ശിവാജി സാറാന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും നല്ലൊരു പാട്ട്. എനിക്ക് ഇത്രയും ഇളയരാജ സാറിന്റെ പാട്ടുകൾ ഇപ്പം നമ്മുടെ റൗണ്ടുകളിൽ മറ്റേ ഇതിനു മുമ്പ് പാടിയ കുട്ടി സെമി ക്ലാസിക്കൽ പോലത്തെ പാട്ടെടുത്തു. പക്ഷെ ഇപ്പോഴാണ് മുകളിലൂടെയാണ് എനിക്കൊന്ന് യഥാർത്ഥത്തിൽ എനിക്ക് അതിന്റെ ഒരു ഫീല് കിട്ടിയത്. ഇത്രയും പാട്ട് പെട്ടെന്ന് കേട്ടതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭാഗ്യ, എന്തോ കൂടുതലൊന്നും പറയാനില്ല. കാരണം അത്രയ്ക്ക് എക്സൈറ്റിംഗ് ആയിരുന്നു. ഈ വിലയിരുത്തലുകൾ എന്ന് പറയുന്ന ഒരു ജോലി ഒക്കെ മറന്നുപോയ പോലെ തോന്നി. കാരണം അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആ ഋതവ് കട്ട് ചെയ്തിട്ട് നീദാന, അവിടെ ശരിക്ക് മോളും എക്സൈറ്റഡ് ആയി പോയെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഗംഭീരമായിരുന്നു ആ ഒരു അല്ലേ, ആ ഋതത്തില് പെട്ടെന്ന് തുടങ്ങിയത്. ഭംഗിയായി കേട്ടാ, അസലായിട്ടുണ്ട്. താങ്ക് യു ജഡ്ജസ്. ഭാഗ്യക്കുട്ടി നല്ല കമന്റ്സ് ആണ്. ഇനി മാർക്സ് എങ്ങനെയുണ്ട് നോക്കാം അല്ലേ? ഓക്കെ,
അനൂപേട്ട ഔട്ട് ഓഫ് 30. മോളെ 28 ഔട്ട് ഓഫ് 30. താങ്ക് യു. അത് കൂടാതെ സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് അതിന് 3.5 ഔട്ട് ഓഫ് 4. മോൾക്കുള്ള ഒരു ചെറിയ സജഷൻ കൂടിയുണ്ട്. മോളുടെ ഏറ്റവും വലിയൊരു പോസിറ്റിവിറ്റി എന്താണെന്ന് വെച്ചാൽ ആ ഗായകന്റെ സ്റ്റൈല് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ മോൾ ഏത് പാട്ടെടുത്താലും അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് ആവേശം ഇത്തിരി കൂടി പോകുന്നുണ്ട്. അത് പിച്ചിങ്ങിനെ ബാധിക്കും. അത് പർട്ടിക്കുലർലി ഞങ്ങൾ ഓർക്കസ്ട്രക്കാരും മ്യൂസീഷ്യൻസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഒന്നൊരു ടോപ്പിക് കൂടിയാണ്. അത് പെട്ടെന്ന് നീ ഇത് എക്സൈറ്റ്മെന്റ് നല്ലതാണ്, പക്ഷെ അത് ചിലപ്പോൾ ശ്രുതിയെ ബാധിക്കും. അപ്പൊ ആ ഒരു ഫാക്ടർ മാത്രം. അതുപോലെ തുടങ്ങുമ്പോൾ തന്നെ പൂങ്കാത്ത് അതൊന്ന് കൺട്രോൾഡ് ആയിട്ട് പാടുക, എങ്കിൽ ഇറ്റ് ക്യാൻ ബി ഇവൺ മോർ പെർഫെക്റ്റ്. അതുകൊണ്ടാണ്. സോ 3.5 ഔട്ട് ഓഫ് 4. താങ്ക് യു അനൂപേട്ട. ഭാഗ്യ അത് ശ്രദ്ധിക്കണം. റിമി ചേച്ചി ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന മാർക്ക് കേൾക്കുമ്പോഴും അനൂപ് പറഞ്ഞ അതേ ആവേശം തന്നെ തോന്നട്ടെ. 28.5. താങ്ക് യു ചേച്ചി. ആൻഡ് ഔട്ട് ഓഫ് 3. ഔട്ട് ഓഫ് 3. ഫുൾ സ്കോർസ്. താങ്ക് യു റിമി ചേച്ചി. ബിച്ചേട്ടാ ഔട്ട് ഓഫ് 30. 30-ല് 28. താങ്ക് യു. എൻ്റെ ഫീലിന് 2.75. താങ്ക് യു. താങ്ക് യു ബിച്ചേട്ടാ. 93.75 on 100. നല്ല സ്കോർ അല്ലേ? സന്തോഷമായോ? സന്തോഷം. താങ്ക് യു. കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മുഞ്ചത്തി അസലായിട്ട് പാടി കേട്ടോ. ഇവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ മിന്നും മെഹരം കൊണ്ടു നടന്നവർ കൂനെ കൂടി താടി വളർത്തി. നന്നായി പാടി കേട്ടാ. ഭൂമിയിൽ വന്നവതാരമെടുക്കാനിരിക്കുന്നു പാതിമയായ പിതാവിനോ പിന്നതിൽ പാതിമയായ മാതാവിനോ. ഈ പാട്ട് എടുത്തതിന് ഞാൻ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? ഈ അനുപേട്ടനോട് പറഞ്ഞാൽ മതി. അനുപേട്ടൻ നന്ദി. നന്ദി സാർ, നന്ദി. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. ഐഡിയൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ രാജാ സാറിന്റെ നല്ലൊരു ഗാനത്തോടെ ആരംഭിച്ചു. അടുത്തതായി ഈ വേദിയിൽ ഇഷൽ ദർബാർ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു നമ്മുടെ സ്വന്തം കൃതിക. Put your hands together for കൃതിക. കൃതിക എന്തോ നല്ല മൊഞ്ചത്തി ആയിട്ടുണ്ട്. താങ്ക് യു. ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഇന്ന് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന മൂവിയില് കസവിന്റെ തട്ടമിട്ടെന്നാണ്. കസവിന്റെ തട്ടമിട്ട്, അതാണ് ഈ തട്ടം അല്ലേ? ഓക്കെ, നന്നായിട്ട് പെർഫോം ചെയ്യാം. ഗുഡ് ലക്ക്. ലെറ്റ്സ് വാച്ച് ഇറ്റ്. കസവിന്റെ തട്ടമിട്ട് വെള്ളിയരഞ്ഞാണമിട്ട് പൊന്നിന്റെ കൊലുസുമിട്ടൊരു മുഞ്ചത്തി കൂന്താലി പുഴയൊരു വമ്പത്തി കൂന്താലി പുഴയൊരു വമ്പത്തി ഇവളുടെ മുന്നും പിന്നും കണ്ടു കൊതിച്ചവർ മിന്നും മെഹരം കൊണ്ടു നടന്നവർ കൂനെ കൂടി താടി വളർത്തി കയറോരെ പാഞ്ഞു കന്നി പായത്തി
തകതിന്നത്താനേ ദിന്തകദന്താനോ താനേനോ തകതിന്നത്താനേ ദിന്തകദന്താനോ തകർദിന്നതെന്താനോ തകർദിന്നതെന്താനോ തകർദിന്നതാനോ തകർദിന്നതാനോ താനേ തന്താനോ. കനവിന്റെ മുത്തെടുക്കി ഉള്ളിലിരുന്നാണൊരുത്തൻ പെണ്ണിന്തു വരും നീടൊപ്പന തീർന്നല്ലോ. കൂന്താലി പുഴയവൾ പോയല്ലോ. ആ കൂന്താലി പുഴയവൾ പോയല്ലോ. അവളൊരു കണ്ണും കൈയും കൊണ്ടു തറഞ്ഞതു പെണ്ണിനു കരളി ചെണ്ടു തളച്ചതു മാരൻ കാണാ താമര നീട്ടി ചിരിതൂകിപ്പോന്നു തുള്ളിപ്പയറ്റി. കൂന്താലി പുഴയൊരു വമ്പത്തി. കൂന്താലി പുഴയൊരു വമ്പത്തി. കൃതിക കുട്ടി എന്തോ നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. കൃതികക്ക് എങ്ങനെ ഫീൽ ചെയ്തു? നന്നായി പാടി. നന്നായി പാടി. സെക്കൻഡ് സ്റ്റേജിൽ നിന്നിപ്പം തേർഡ് സ്റ്റേജിൽ എത്തിയപ്പം എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി തോന്നുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്, ഒബ്വിയസ്ലി ഉണ്ട് മോളെ. നമുക്ക് കമന്റ്സ് അറിയാം അല്ലേ? ഓക്കെ. കൃത്തിക എന്തോ അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു. വളരെ ക്യൂട്ടായിരുന്നു നമ്മളുടെ പെർഫോമൻസ്. നമ്മളുടെ ഒരു ബോഡി ലാംഗ്വേജ് വളരെ പോസിറ്റീവ് ആയിരുന്നു കേട്ടോ. നല്ല ഇതായിരുന്നു. നല്ല ടോണും നല്ല നമ്മളുടെ ശബ്ദം ഈ പാട്ടിന് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു. ആകെ എനിക്ക് തോന്നിയത് കുറച്ച് ശ്വാസത്തിന്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ആ പാട്ട് അത്രയ്ക്ക് വരിയുടെ കുറച്ച് എന്താ പറയാ ഫ്രേസസ് ലെങ്തി ഫ്രേസസ് ആണ്. അപ്പൊ അത് എന്തായാലും അതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുക്കേണ്ടി വരും. അപ്പൊ സ്ട്രെയിൻ കൂടും. അപ്പൊ പിച്ച് ചെറുതായിട്ട് ഇതാവും, മൂവ് ചെയ്യും, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നും തോന്നിയില്ല. ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു ബി ആർ പ്രസാദിന്റെ ആദ്യത്തെ ആണ് ഈ സിനിമ. അതുപോലെ വിനീത് ശ്രീനിവാസന്റെ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത സിനിമയിലെ പാട്ടാണ് ഈ പാട്ട്. അങ്ങനെ ഒരുപാട് ഫ്രഷേഴ്സാണ്. പക്ഷെ അവരെല്ലാവരും വളരെ നല്ല ബി ആർ പ്രസാദ് നല്ലൊരു കവിയാണെന്ന് തെളിയിക്കപ്പെട്ടു. വിനീത് അദ്ദേഹത്തിന്റെ പല മേഖലകളിലും അദ്ദേഹത്തിന്റെ പ്രാവീണ്യം കാണുന്നു. എല്ലാം കൊണ്ടും ഈ പാട്ടിന് ഒരു പ്രാധാന്യമുണ്ട് കേട്ടോ. മോളതെടുത്ത് പാടിയതിലും നന്നായിട്ട് പാടിയതിലും സന്തോഷം. ഓക്കെ. കൃതിക കുട്ടി എന്തോ മിടുക്കിയായി പാടി കേട്ടാ. താങ്ക് യു ചേച്ചി. വളരെ ക്യൂട്ടായിരുന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ പാട്ടിന്റെ അവിടെ ഇവിടെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനേ തോന്നിയില്ല. മോളുടെ പാടുന്ന കാണാനും ആ പാട്ട് ഇങ്ങനെ കേട്ടിരിക്കാനും പിന്നെ കൂടുതലുള്ള ഡാൻസേഴ്സും അവരും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു രസം ഉണ്ടായിരുന്നു. മോളുടെ കൊച്ചു സൗണ്ടിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയാ എവിടേക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നത് അതൊന്ന് പറഞ്ഞു തന്നെ. പഴയ പാട്ടുകൾ വീട്ടിൽ ചെന്നിട്ട് ഇമ്പ്രൂവ് ചെയ്തു. ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു സമയം വെച്ചേക്കും. ആ പാട്ട് തന്നെ കുറെ തവണ കേട്ടു. പിന്നെ സാറിന്റെ അടുത്ത് പറഞ്ഞു. അമ്മൂമ്മയും കറക്റ്റ് ചെയ്തു കുറെ. നന്നായി പാടി കേട്ടാ. പ്രിയദർശൻ ഫിലിം നമ്മുടെ ലാലേട്ടന്റെ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിലെ വിനീതിന്റെ ഫസ്റ്റ് പാട്ട്. അതുപോലെ നമ്മളിപ്പോഴും എല്ലാവരുടെ പേര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ ആർക്കും ഒരു വിഷമം ഉണ്ടാവരുത്. സംഗീത സംവിധായകനായിക്കോട്ടെ, പാട്ടുകാരനായിക്കോട്ടെ, ഗാനരചയിത ആയിക്കോട്ടെ. ഇപ്പം ഞാനിപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ എൻ്റെ ഏതെങ്കിലും പരിപാടി അയ്യോ എൻ്റെ പേര് പറഞ്ഞോ എന്ന് നമുക്കൊരു സന്തോഷമാണ് കേൾക്കുമ്പോൾ. പിന്നെ അവരെ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്നതാണ് ഗാനരചയിതാക്കളുടെ കാര്യം പല സ്ഥലത്തും പറയാൻ വേണ്ടി. അതുകൊണ്ട് അവര് പലപ്പോഴും നമ്മളെ കാണുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ട്. എന്താ എല്ലാവരും പറയും ഞങ്ങളുടെ പേര് മാത്രം പറയില്ല, ക്ഷമിക്കണം, അറിയാണ്ടല്ല മനഃപൂർവ്വം. അപ്പം നമ്മുടെ ബി ആർ പ്രസാദ് ഏട്ടൻ്റെ മനോഹരമായ ഒരു ഗാനം മോള് നല്ല രസകരമായിട്ട് തന്നെ പാടി. ഒരു പ്രിയദർശൻ പടത്തിൽ പാടാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു. അതെനിക്ക് ഈ അടുത്ത കാലത്ത് അറബി മൊട്ടകവും മാധവൻ നായരും ആ പാട്ട് എന്തുകൊണ്ട് അനുപ കൊടുത്തില്ല? അത് ഈശൽ ദർബാറിന് പറ്റിയൊരു പാട്ടായിരുന്നില്ലേ? ഇല്ല, ഞങ്ങൾ നല്ല പാട്ടുകളെ കൊടുക്കാറുണ്ട്. ഓഹോ, ഞാൻ എം ജി ശ്രീമാരോട് പറഞ്ഞേക്കാം കേട്ടാ. മോളെ താങ്ക് യു. ചേച്ചി. കൃത്തിക,
വിദ്യാസാഗർ സാറിന്റെ നല്ലൊരു കമ്പോസിഷൻ റിട്ടൺ ബൈ BR പ്രസാദ്, വിനീത് ശ്രീനിവാസൻ, സുജാത എന്നിവർ ആലപിച്ച പാട്ട്. ആൻഡ് ഓഫ് കോഴ്സ് മോളുടെ മാക്സിമം എഫേർട്ട് കൊടുത്ത് സിൻസിയർ ആയിട്ട് ഈ പാട്ട് പാടി. അതിന് വലിയ ഒരു കൺഗ്രാറ്റുലേഷൻസ്. ആദ്യം തന്നെ എനിക്ക് ഏറ്റവും എടുത്തു പറയാൻ തോന്നുന്ന കാര്യം മോളുടെ കോസ്റ്റ്യൂം ഭയങ്കര റിച്ച് ആണ്. അതായത് എന്താ പറയുക, ഒരു എലഗന്റ് കോസ്റ്റ്യൂം എന്നൊക്കെ പറയില്ലേ, ഒരുപാട് കളേഴ്സ് ഒന്നും വാരി വിതറാതെ എന്നാൽ കാണാൻ ഒരു ആഢ്യത്വമുള്ള നല്ലൊരു കോസ്റ്റ്യൂം. സ്പെഷ്യൽ മെൻഷൻ ഓഫ് ദ കോസ്റ്റ്യൂം സെലക്ഷൻ, അതിനൊരു സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻസ്. മോള് നന്നായിട്ട് പാടി. ഇതിന്റെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ഈ പാട്ടിന്, അത് നമുക്ക് സമ്മാനിച്ചു. ആദ്യത്തെ ആലാപ് വളരെ നന്നായിരുന്നു, അത് പാടാൻ ശരിക്കും ഇത്തിരി ചലഞ്ചിങ് ആണ്. മോള് നന്നായിട്ട് പാടി. എനിക്ക് പിച്ച് പ്രോബ്ലം തോന്നിയ അല്ലെങ്കിൽ സിംഗിങ്ങിൽ പ്രോബ്ലം തോന്നിയ 2 ഭാഗങ്ങളാണ്. തുള്ളി വരും എന്ന് പറഞ്ഞ പോർഷൻ അനുപല്ലവിയിൽ, അതുപോലെ ഉള്ളിലിരുന്നാളൊരുത്തൻ എന്ന് പറഞ്ഞ വാക്കും. ഈ 2 സ്ഥലത്തുമാണ് മേജറായിട്ടുള്ള പ്രോബ്ലംസ് തോന്നിയത്. ബാക്കി എല്ലാം കൊണ്ട് തന്നെ മോള് മാക്സിമം ഇന്ററാക്ട് ചെയ്ത് പാടി നന്നായിട്ട് തന്നെ ചെയ്തു മോളെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അനുവേട്ട. മോളു, ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ? ഓക്കെ, ബിച്ചേട്ടാ, ഔട്ട് ഓഫ് 30? 27 out of 30. ആൻഡ് ഫീലിന് എനിക്ക് ഇഷ്ടപ്പെട്ടു. 2.75 on 3. താങ്ക് യു ബിച്ചേട്ടാ. റീം ചേച്ചി? 27 on 30. സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസിന് 4ൽ 3.75. താങ്ക് യു റീം ചേച്ചി. അനുവേട്ട? മോളെ, ഞാൻ ആ പിച്ച് ഔട്ടിന് ഒരു 1/4 മാർക്ക് കുറയ്ക്കുന്നു. 26.75 out of 30. എക്സ്പ്രഷൻ നന്നായിരുന്നു, ബട്ട് യു ഷുഡ് ഇംപ്രൂവ് ഓൺ എ ബിറ്റ്. 2.5 on 3. താങ്ക് യു അനുവേട്ട. 89.75 on 100. ഇഷ്ടായോ? ഇഷ്ടായി. അപ്പം അടുത്ത 2 റൗണ്ടും കൂടെ ഉണ്ട്. അതിലും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ പറ്റും. മോൾ ഒരുപാട് ഇംപ്രൂവ് ചെയ്തിട്ട് ഇനിയും ഇംപ്രൂവ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു, ഭൂമിയിൽ വന്നവതാരമെടുക്കാനിരിക്കുന്നു. പാതിമെയ്യായ പിതാവിനോ, പിന്നതിൽ പാതിമെയ്യായ മാതാവിനോ. പാതിമേയായ പിതാവിനോ പാതിമേയായ മാതാവിനോടാണോ നന്ദി പറയേണ്ടതെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ അച്ഛനും അമ്മയും അവിടെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു, നിർവൃതിയിലാണ്ട് പരസ്പരം നോക്കി. എടി, നമ്മുടെ കുഞ്ഞല്ലേടി ചോദിക്കുന്നത്? രക്തബന്ധം മുറിച്ചന്യനായി തീരുവാൻ ആദ്യം പഠിപ്പിച്ച പൊക്കിൽ കൊടിയോടോ നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു. കമ്പോസിഷൻ മെലഡിക്കും കോട്ടം തട്ടാതെ മോൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു. Ideal World Junior Idol Season 2. Jai Hind TV. For the family, for the nation. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസ് ആണ് അടുത്തത്. കാവ്യ മുരളിക റൗണ്ടുമായി എത്തുന്നു നമ്മുടെ സ്വന്തം ശ്രീഹരി. Put your hands together for ശ്രീഹരി. ഹായ് ശ്രീഹരി. ഹലോ. 3rd സ്റ്റേജിലെത്തി. ഇന്ന് കാവ്യ മുരളിക റൗണ്ടിൽ ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? അഹം എന്ന മൂവിയിലെ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന പാട്ടാണ് പാടുന്നത്. കോന്നിയൂർ ഭാസ് എന്നൊരു സാറാണ് എഴുതിയത്. ഓക്കെ ശ്രീഹരി, നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓൾ ദ ബെസ്റ്റ് ഫോർ യു. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു. ഭൂമിയിൽ വന്നവതാരമെടുക്കാൻ എനിക്കുന്നു. പാതിമെയ്യായ പിതാവിനോ, പിന്നതിൽ പാതിമെയ്യായ മാതാവിനോ. പിന്നെയും 10 മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനോ നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു. ഭൂമിയിൽ വന്നവതാരമെടുക്കാനിരിക്കുന്നു. പാതിമെയ്യായ പിതാവിനോ,
രക്തബന്ധം മുറിച്ചന്യനായി തീരുവാൻ ആദ്യം പഠിപ്പിച്ച പൊക്കിൽ കൊടിയോടോ നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. മാഞ്ഞു പോകുന്നു ശിരോലിഖിതങ്ങളും മായുന്നു മാറാല കെട്ടിയ ചിന്തയും. മാഞ്ഞു പോകുന്നു ശിരോലിഖിതങ്ങളും മായുന്നു മാറാല കെട്ടിയ ചിന്തയും. പകിടവന്ത്രണ്ടും കളിച്ച സ്വപ്നങ്ങളെ പലകുറി നിങ്ങൾക്ക് സ്വസ്തിയേകട്ടെ ഞാൻ. നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. ഭൂമിയിൽ വന്നവതാരമെടുക്കാൻ എനിക്കന്നു പാതിമേയായ പിതാവിനോ പിന്നതിൽ പാതിമേയായ മാതാവിനോ പിന്നെയും 10 മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനോ നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. ഭൂമിയിൽ വന്നവതാരമെടുക്കാൻ എനിക്കന്നു പാതിമേയായ പിതാവിനോ പിന്നതിൽ പാതിമേയായ മാതാവിനോ പിന്നെയും 10 മാസം ചുമന്നെന്നെ ഞാനാക്കിയ ഗർഭപാത്രത്തിനോ നന്ദി ആരോടു ഞാൻ ചൊല്ലേണ്ടു. ശ്രീഹരി, ഓസം പെർഫോമൻസ് ശ്രീഹരി. നന്നായിരുന്നു, നല്ല രസമുണ്ട്. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് തോന്നുകയാണ് മോൻ ഇവിടെ നിന്ന് പാടുമ്പോൾ. നല്ല രസമുണ്ട്, പവർഫുൾ പെർഫോമൻസ് ആയിരുന്നു. ഇനി നമുക്ക് കമന്റ്സ് അറിയാം അല്ലേ ശ്രീഹരി? ഓക്കെ, ജഡ്ജസ്. ശ്രീഹരി സാർ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കവിതയാണ് അഹം എന്ന് പറയുന്ന സിനിമയിൽ ആ സമയത്ത്. അത് അസലായിട്ട് പാടി ശ്രീഹരി. ഒരു തെറ്റും അതിനകത്ത് എനിക്ക് പറയാൻ ഇല്ല. സാഹിത്യത്തിലായാലും ട്യൂണിലായാലും ഒരു മിസ്റ്റേക്ക് പോലും പറ്റിയതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ ഇത് അഹം എന്ന് പറയുന്ന സിനിമയിൽ 2 പേര് എഴുതിയിട്ടുണ്ട്. കോന്നിയൂർ ഭാസും കാവാലം നാരായണ പണിക്കർ സാറും എഴുതിയിട്ടുണ്ട്. അതിൽ കോന്നിയൂർ ഭാസ് എഴുതിയ കവിതയാണിത്. അദ്ദേഹത്തിൻ്റെ വളരെ ഒട്ടും അദ്ദേഹത്തിന് പ്രശസ്തി ലഭിക്കാത്തൊരു കവിയാണ്. അർഹിച്ച പ്രശസ്തി അദ്ദേഹം ലഭിച്ചില്ല. പക്ഷെ നല്ല പാട്ടുകൾ ഇതിനു മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ മറ്റേ കൺമണി പൊന്മണിയെ കാർത്തിക പൊൻകണിയെ ആ പാട്ട്, അതുപോലെ മറ്റേ ഇതിലെ പാട്ട് അരുണകിരണമണിയും ഉദയ, അത് രവീന്ദ്രൻ മാഷ് മ്യൂസിക്, കിഴക്കുണരും പക്ഷി എന്ന് പറയുന്ന സിനിമയിൽ ആ പാട്ട് അദ്ദേഹമാണ് എഴുതിയത്. അതുപോലെ നല്ല കവിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഈ പാട്ട് എടുത്തതിൽ സന്തോഷം. അത് ഭംഗിയായിട്ട് ശ്രീഹരി ചൊല്ലി കേട്ടോ. ശ്രീഹരി ചേച്ചി, ഈ പാട്ട് എടുത്തതിന് ഞാൻ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു? ഈ അനുവേട്ടനോട് പറഞ്ഞാൽ മതി. അനുവേട്ടൻ നിങ്ങളാ നന്ദി നന്ദി സാർ, നന്ദി, ரொம்ப നന്ദി. ഇത് കാരണം ഈ ഇങ്ങനെ ഒരു റൗണ്ട് അത് സ്പെഷ്യൽ ഒരു ആരാണോ ഇതിന് മുൻകൈ എടുത്തത് അവർക്ക് ചേട്ടൻ തന്നെയാണ് തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു റൗണ്ട് ഞാൻ വേറൊരിടത്തും കേട്ടിട്ട് തന്നെ ഇല്ല. പ്രത്യേകിച്ച് നമുക്കും ഇതിന്റെ പല ഗാനരചയിതാക്കളെ മനസ്സിലാക്കാൻ സാധിച്ചു. നല്ല നല്ല പാട്ടുകൾ കുറെ ഈ റൗണ്ടിൽ നമ്മൾ കേട്ടു. ഇതൊരു റൗണ്ട് തീർച്ചയായിട്ടും വ്യത്യസ്തമായൊരു റൗണ്ട് തന്നെയാണ്. ഈ കാവ്യമുരളിക എന്ന് പറഞ്ഞൊരു റൗണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ വന്നതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു, കഞ്ചുകുതയാകുന്നു. ഒരു കവിയും ഇത് കേൾക്കാണ്ടിരിക്കട്ടെ, എന്നെ തല്ലിക്കൊല്ലും. മോനെ പ്രത്യേകിച്ച് ഈ പാട്ടിൽ എത്രയോ നല്ല എനിക്ക് എന്തോ രക്തബന്ധം ആ വരി ഒന്ന് പറഞ്ഞേ. രക്തബന്ധം മുറിച്ചന്യനായി തീരുവാൻ ആദ്യം പഠിപ്പിച്ച പൊക്കിൾ കൊടിയോടോ. എന്താണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലായത്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? എനിക്ക് മനസ്സിലായി. പാതിമേയായ പിതാവിനോ പാതിമേയായ മാതാവിനോടാണോ നന്ദി പറയേണ്ടതെന്ന് ചോദിച്ചില്ലേ? അപ്പോൾ അച്ഛനും അമ്മയും അവിടെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു, നിർവൃതിയിലാണ്ട് പരസ്പരം നോക്കി. എടി നമ്മുടെ കുഞ്ഞല്ലേടി ചോദിക്കുന്നത് എന്ന് അച്ഛൻ അല്ലേ? ആ നോട്ടത്തിൽ ആ അർത്ഥം ഉണ്ടായിരുന്നു. അത് നമ്മുടെ നെഞ്ചിൽ തട്ടും. അതെനിക്ക് മനസ്സിലായി. എനിക്കിപ്പോ ഒരു കുഞ്ഞില്ലെങ്കിലും എനിക്കിത് മനസ്സിലായി കേട്ടോ.
എന്തായാലും വളരെ ഗംഭീരമായിട്ട് മോൻ പാടിയിരിക്കുന്നു. ജയ് ഹിന്ദ്. ശ്രീഹരി, ശ്രീ രാജീവ് നാഥ് സംവിധാനം ചെയ്ത അഹം എന്ന ചിത്രത്തിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കവിതയാണ്. ശ്രീ മോഹൻലാലാണ് ഗാനരംഗത്തുള്ളത്. കൊന്നിയൂർ ഭാസ് എന്ന കവിയുടെ ഗാനരചന, രവീന്ദ്രൻ മാസ്റ്ററുടെ സംഗീതം. അസലായിട്ട് അത് നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു. ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, ഈ കവിതയുടെ ഒരു എലമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫീൽ എന്ന് പറയുന്നത്, ഒരു രക്തബന്ധത്തിനോടുള്ള ഒരു വൈരാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു വിരക്തി എന്ന ഒരു ഫീൽ എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് മോൻ നന്നായിട്ട് കൺവേ ചെയ്തു. അതിൻ്റെ ആ ഒരു പവർ, അത് ആ ഒരു ശക്തി, ഈ കവിത എന്താണോ അർഹിക്കുന്നത്, ഉച്ചാരണത്തിന് എന്താണോ ആ ഒരു പവർ വേണ്ടത്, അത് മോൻ നന്നായിട്ട് തന്നെ കൺവേ ചെയ്തു. അതോടൊപ്പം തന്നെ അതിൻ്റെ കമ്പോസിഷൻ മെലഡിക്കും കോട്ടം തട്ടാതെ മോൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു. പ്രത്യേകിച്ച് എടുത്തു പറയാൻ തക്ക നെഗറ്റീവ്സ് അല്ലെങ്കിൽ കമൻസ് ഒന്നും തന്നെയില്ല. ശ്രീഹരി എന്ന ഗായകൻ, ഞാൻ നേരത്തെ പറയാറുള്ളത് പോലെ, വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് മോന് ഗുണകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ശ്രീഹരി, നല്ല കമന്റ്സ്. നമുക്ക് മാർക്സ് അറിയാം അല്ലേ ശ്രീഹരി? ഓക്കെ, ബീച്ചേട്ടാ. മാർക്ക് 28 out of 30. ഫീൽ വളരെ നന്നായിരുന്നു. 2.75. താങ്ക് യു ബീച്ചേട്ടാ. റിമി ചേച്ചി 28. എക്സ്പ്രഷന് 2.5. താങ്ക് യു റിമി ചേച്ചി. അനുപേട്ടാ? ശ്രീഹരി, എൻ്റെ മാർക്ക് 27.75 out of 30. As I always say, you have an excellent attitude and style in personal life as well as on stage. So I give you 3.75 out of 4. Thank you Anubeta. 92.75 on 100. ശ്രീഹരി, നല്ല സ്കോഴ്സ് അല്ലേ? സന്തോഷവാനായോ? ഇനി തേർഡ് സ്റ്റേജിൽ 2 പെർഫോമൻസ് കൂടെ ബാക്കിയുണ്ട്. അതിലും നന്നായിട്ട് ഈ ഒരു കോൺഫിഡൻസ് ലെവൽ തന്നെ കീപ്പ് അപ്പ് ചെയ്യാം. മോൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് വേറെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. താങ്ക് യു സോ മച്ച് ശ്രീഹരി. അങ്ങനെ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2ന്റെ ഇന്നത്തെ എപ്പിസോഡും എനിക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ കണ്ടസ്റ്റൻസിന്റെ പെർഫോമൻസസ്? എല്ലാവരും ആസ്വദിക്കുന്നില്ലേ? വളരെ വാശിയേറിയ മത്സരമാണ്. ആരായിരിക്കും വിന്നർ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ബട്ട് ബിഫോർ ദാറ്റ്, വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ കാര്യം കൂടെ മെൻഷൻ ചെയ്യുകയാണ്. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. നിങ്ങളുടെ ട്രാവൽ നീഡ്സിന് എപ്പോഴും നിങ്ങൾക്ക് ഏത് സമയവും നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം നമ്മുടെ ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി ബൈ സെയിങ് ദാറ്റ് ഇറ്റ്സ് മീ മേഘ്ന സൈനിങ് ഔട്ട് ഫ്രം യുവർ ഫേവറേറ്റ് ഷോ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ ആൻഡ് ബൈ. നന്നായിട്ട് പാടി മോന്. വളർന്ന് പൊന്തിയ കൂറി നിങ്ങളുടെ കൈയിനാൽ ചോറ് വച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ട് നെഞ്ചിനാ. കുറച്ചൊരു ഫീബിളായിട്ട് പാടുന്ന സിംഗറാണ് മോൻ. പക്ഷെ മോൻ അത് ഒരുപാട് ഇംപ്രൂവ് ചെയ്ത് നല്ല ബ്രൈറ്റ് ആയിട്ട് ഈ പാട്ട് നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്തു. ഹിമശൈല സൈകത ഭൂമിയിൽ ഇന്നു നീ പ്രണയ പ്രവാഹമായി വന്നു. മോൾ നന്നായിട്ട് പ്രസന്റ് ചെയ്തു ഈ കവിത. നിമിഷങ്ങൾ തൻ കൈക്കുടന്നയിൽ നീ ഒരു നീലാഞ്ജന തീർത്ഥമായി. കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കാം എന്ന് എനിക്ക് തോന്നി. പറ്റും. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മോള് പാടി. വളരെ ബ്രൈറ്റ് ആയിട്ട് പാടി മോളെ. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം അതാണ്. Junior
Remy Tommy, Bijibal, Anup Shankar and Meghna's costume sponsored by Rajakumari Total Shopping, Attingal, Pothankode.